കൊതി തോന്നുമ്പോൾ ഇടയ്ക്കിടെ ഉണ്ടാക്കി നോക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ നിന്നാണ് ഈ ഐറ്റം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. കണ്ടപ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് തോന്നി. എനിക്കും ഒരു കൊതിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരാണ് നവാബി ഷമായി. പേരൊക്കെ വലിയ സംഭവമാണെങ്കിലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഒരു 3-4 തവണ ഈ ഒരു ഐറ്റം പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഇൻട്രസ്റ്റ് വരാറുണ്ട്. അപ്പോൾ ഇത് ഇപ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അതിനായിട്ട് നമ്മൾ പാലാദ്യം തിളപ്പിക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെർമിസലാണ് കേട്ടോ. മുന്നേ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെർമിസൽ റോസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കോൺഫ്ലവർ പൊടി അതിന് ആവശ്യമായിട്ടുള്ളത് ഞാൻ 2 പാക്കറ്റ് പാലെടുത്തതുകൊണ്ട് തന്നെ ഒരു 4-5 ടീസ്പൂണോളം കോൺഫ്ലവർ പൊടിയും കൂടെ ഞാൻ അതിനകത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പാലിൽ. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഇപ്രാവശ്യം കിട്ടിയത് റോസ്റ്റഡ് തന്നെ ആയതുകൊണ്ട് തന്നെ അതും കൂടെ ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടെ സെറ്റാക്കി അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആവണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ പാൽ തിളച്ചപ്പോൾ കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് നല്ല രീതിക്കൊന്ന് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു. പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മധുരത്തിന് നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്നതൊന്ന് കുറുകി വരണം. ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ശ്രദ്ധിക്കും വേണം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ മിക്സ് ചെയ്തിട്ടുള്ള ആ റോസ്റ്റഡ് വെർമിസെല്ലിൻ്റെ കൂടെ നമ്മൾ പാൽപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. അത് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ വേണ്ടത്. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടെ ഞാൻ പഞ്ചസാര ഷീട്ടാക്കിയതുകൊണ്ട് 2 പാക്കറ്റ് അങ്ങനെ ഇരുന്നിരുന്നു കേട്ടോ. ഇതില്ലെങ്കിൽ നമ്മൾ പഞ്ചസാര സാധാരണ അത് എടുത്തിട്ട് നല്ല രീതിക്ക് പൊടിച്ചിട്ട് ഇത് ചേർക്കാൻ കേട്ടോ ചെയ്യേണ്ടത്. പഞ്ചസാര അങ്ങനെ തന്നെ മിക്സ് ചെയ്തിട്ട് മസ്റ്റായിട്ട് അത് പൊടിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതെല്ലാം മിക്സ് ചെയ്ത് അങ്ങനെ വെക്കുക. അപ്പോഴേക്കും നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അത് നന്നായി കുറുകി നല്ല ഒരു കട്ടിയിലായിട്ടുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റാം കേട്ടോ. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ ഈ വെർമിസെല്ലിൻ്റെ മിക്സ് ആദ്യം ഒന്ന് ഇട്ട ശേഷമാണ് നമ്മൾ കോൺഫ്ലവറിൻ്റെ ഈ ഒരു മിക്സും കൂടെ നമ്മളതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം അതിന് മുകളിൽ വീണ്ടും നമ്മൾ ഈ ഒരു വെർമിസെൽ മിക്സ് നമ്മൾ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഫൈനലി നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.